ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പോൾ ഇന്ന് നമ്മളൊരു ചാട്ട് ഐറ്റമാണ് നോക്കുന്നത്. ദഹിപൂരിയും പാനിപൂരിയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ടാമറിൻ പേസ്റ്റും ഗ്രീൻ ചട്നിയും എല്ലാം കൂടെ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു മുഴുവൻ ഉരുളക്കിഴങ്ങ്, ഇച്ചിരി വലിയ പീസസാണ്, അത് ഇതുപോലെ കട്ട് ചെയ്ത് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം ഉപ്പുമിട്ട് ആവി വരുമ്പോഴത്തേക്ക് വിസിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 വിസിലടിച്ച് നമുക്ക് പ്രഷറെല്ലാം റിലീസായതിന് ശേഷം തുറന്നു നോക്കാം. അപ്പോൾ ദേ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് തൊലി കളഞ്ഞ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതിനെ നമുക്കൊരു മാഷർ ഉപയോഗിച്ച് നന്നായിട്ട് മാഷ് ചെയ്ത് ഉടച്ചെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ ഉരുളക്കിഴങ്ങ് അതിൻ്റെ ഉള്ളിൽ പൂരിക്കുള്ളിൽ വെക്കാനുള്ള ഉരുളക്കിഴങ്ങ് മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടാമറിൻ പേസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് പുളിയും 10 ഈന്തപ്പഴവും 2 കപ്പ് വെള്ളവും ഒഴിച്ച് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് തിള വരട്ടെ. അപ്പോൾ ദേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റ് ഇല്ലെങ്കിൽ ഡ്രൈ ജിഞ്ചർ പൗഡർ ഉണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി. പിന്നെ അതിലേക്ക് ജീരകപ്പൊടി അതൊരു 1/4 ടീസ്പൂൺ, പെരുംജീരകം പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര ഉരുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് തിളച്ച് ഈ 2 കപ്പ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് കുറുകി വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കുറുകി ഇത് തണുത്തെടുത്ത പേസ്റ്റാണ്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കാക്കി നമുക്ക് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. ഇനി ഇത് അരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിൽ ഞാൻ അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച പേസ്റ്റ് ഫുൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒരു സ്പൂണിൻ്റെ ബാക്ക് വെച്ച് പ്രസ് ചെയ്ത് ഈ ടാമറിൻ പേസ്റ്റ് ഫുള്ള് നമുക്ക് ആ ബൗളിലേക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ ടാമറിൻ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് 1 കപ്പ് മല്ലിയില, 1/2 കപ്പ് പുതിനയില, പിന്നെ പൊട്ടുകടലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, ചാട്ട് മസാല 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ പഞ്ചസാര, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും അത് രണ്ടും ഓരോ ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കായപ്പൊടിയും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കുമ്പോൾ നമ്മളൊരു 1/2 കപ്പ് വെള്ളം ഇടയ്ക്ക് ചേർത്ത് കൊടുത്താണ് അരയ്ക്കുന്നത്. അപ്പോൾ ദേ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദഹിപൂരിക്കുള്ള കേർഡ് മിക്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്, പുളിയില്ലാത്തത്. അതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. തൈര് എടുക്കുമ്പോൾ പുളിയില്ലാത്ത തൈര് എടുക്കണം. സെറ്റ് കേർഡില്ലേ, അതെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ദേ നമ്മുടെ തൈരും റെഡി ആയിട്ടുണ്ട്. ഇനി അത് രണ്ടും കൂടാതെ നമുക്ക് വേണ്ടത് സവോളയും തക്കാളിയാണ്. ഇത് രണ്ടും ചെറുതായിട്ട് അരിയണം. തക്കാളി കുരു കളഞ്ഞ് കുഞ്ഞതായിട്ട് അരിഞ്ഞത്, സവോള അരിഞ്ഞത്, കൂട്ടത്തിൽ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് അതും എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം റെഡിയായി. ഇനി നമുക്ക് പൂരി തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് മുക്കി പൊരിക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് പൂരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ റെഡിമെയ്ഡ് പൂരിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ പൂരി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഏതെങ്കിലും കുപ്പിയുടെയോ എന്തിൻ്റെയെങ്കിലും മൂടി വെച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് യൂസ് ചെയ്യാം. ചെറിയ പൂരീസാണ് വേണ്ടത്. അപ്പോൾ ദേ ഇത് എണ്ണ ചൂടായപ്പോൾ ഞാൻ ദേ പൂരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഇത് കുമിളച്ച് വരും. അഥവാ കുമിളച്ച് വന്നില്ലെങ്കിൽ ഒന്ന് ബാക്ക് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി സ്പൂണിൻ്റെ. അപ്പം ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ, പൂരീസെല്ലാം. ഞാൻ പൂരീസും എല്ലാ സാധനങ്ങളും റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം അസംബിൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പൂരി റെഡിയായി. ദഹി പൂരിക്ക് വേണ്ടിയിട്ടുള്ള തൈര് മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ടാമറിൻ പേസ്റ്റ്, ഗ്രീൻ ചട്നി പേസ്റ്റ്, പിന്നെ സേവില്ലേ അതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ്, ചാട്ട് മസാല, കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, മല്ലിയില പൊടിയായി അരിഞ്ഞത്, ഉള്ളി പൊടിയായി അരിഞ്ഞത്, കുരു കളഞ്ഞ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇത്രയും ആണ് നമുക്കിതിന് വേണ്ടത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്ത് അസംബിൾ ചെയ്ത് എടുക്കുന്നതെന്ന് നോക്കാം.
അപ്പം നമുക്ക് ആദ്യം തന്നെ പൂരി എടുത്ത് ഇതുപോലെ നമ്മൾ വിരൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് പൊട്ടിക്കിട്ടും. അപ്പോൾ അതുപോലെ നമുക്കിവിടെ പൂരീസ് എല്ലാം തന്നെ ഞാൻ അതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് മിക്സ്ചർ വെച്ച് കൊടുക്കാം. കുറച്ച് വീതം വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് എടുത്തിട്ട് വിരൽ കൊണ്ട് അകത്തോട്ട് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ പൂരിക്കകത്തും ഉരുളക്കിഴങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ദഹിപൂരി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് തൈര് മിക്സ്ചറാണ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരല്പം സേവ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ ടാമറിൻ പേസ്റ്റ്, അതുപോലെ ഗ്രീൻ ചട്നി, ഇത് രണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം കൂടെ തൈര് മിക്സ്ചർ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചാട്ട് മസാല, കാശ്മീരി മുളക് പൊടി, ഉപ്പ്, ഇത് മൂന്നും ഓരോ നുള്ളു വീതം എടുത്ത് ഒന്ന് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ സേവ് കുറച്ചും കൂടെ ഇട്ട് കൊടുത്ത് നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ദഹിപൂരി റെഡി ആയിട്ടുണ്ട്. ഇത് സൂപ്പർ ടേസ്റ്റിയാണ്. നമ്മൾ കടകളിൽ കിട്ടത്തില്ലേ അതേ ടേസ്റ്റിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാൻ ഇത് വെച്ച് തന്നെ പാനിപൂരി ഉണ്ടാക്കാനും കൂടെ ഒന്ന് കാണിച്ചു തരാവേ. അപ്പോൾ പൂരി എടുത്ത് ഉരുളക്കിഴങ്ങ് മിക്സ്ചർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ടാമറിൻ പേസ്റ്റും വെച്ച് കൊടുത്തു. ഇനി നമ്മുടെ ഗ്രീൻ ചട്നിയില്ലേ അത് നമ്മൾ പൂരിക്കകത്ത് നിറച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് സവോള കൊത്തിയരിഞ്ഞത്, തക്കാളി കൊത്തിയരിഞ്ഞത്, സേവ്, മല്ലിയില പൊടിയായി എരിഞ്ഞത്, ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ട് പാനിപൂരിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്, ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇനി ഇതുപോലെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയായിട്ട് വീഡിയോ ആയിട്ടൊക്കെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.